وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. സൂറത്തുൽ ബഖറയിലെ 53-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്നാമതായി വഇദ് ആതൈന, അവിടെ ദാല് ശരിയാം വണ്ണം ഉച്ചരിക്കേണ്ടതാണ്. ഖൽഖല ചെയ്യാൻ പാടില്ല. വഇദ് പറയാൻ പാടില്ല. വഇദ് ആതൈന. അതിനുശേഷമുള്ള ആതൈന എന്ന വാക്കിലെ ഹംസ് വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. ആതൈന. വൽ ഫുർഖാന എന്ന വാക്കിലെ റാ കനപ്പിക്കേണ്ട അക്ഷരമാണ്. വൽ ഫുർഖാന. ലഅല്ലക്കും തഹ്തദൂൻ, ഐനിനെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. തഹ്തദൂൻ എന്ന വാക്കിൽ നിർത്തുമ്പോൾ 2, 4, 6 നീട്ടാവുന്നതാണ്. അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂൻ എന്നാണ് നിയമത്തിന്റെ പേര്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ آتَيْنَا مُوسَى الْكِتَابَ وَالْفُرْقَانَ لَعَلَّكُمْ تَهْتَدُونَ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇന്ന് സൂറത്തുൽ ബഖറയുടെ 53-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വഇദ് ആതൈനാ മൂസൽ കിതാബ വൽ ഫുർഖാന ലഅല്ലക്കും തഹ്തദൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വഇദ് ആതൈനാ, നാം നൽകിയ സന്ദർഭവും, മൂസാ നബി അലൈഹിസ്സലാമക്ക്, അൽ കിതാബ് വേദഗ്രന്ഥം, വൽ ഫുർഖാൻ വിവേചനവും, ലഅല്ലക്കും നിങ്ങളാകുവാൻ അല്ലെങ്കിൽ നിങ്ങളായേക്കാം, തഹ്തദൂൻ സന്മാർഗം പ്രാപിക്കുക. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ ഈ 53-ാമത്തെ ആയത്തിന്റെ അർത്ഥം, നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി വേദഗ്രന്ഥവും സത്യാസത്യ വിവേചനവും മൂസാക്ക് നാം നൽകിയ സന്ദർഭവും ഓർക്കുക എന്നാണ്. സഹോദരങ്ങളെ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനു ഇസ്രായേലിയർക്ക് നൽകിയ അടുത്ത വലിയൊരു അനുഗ്രഹത്തെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നത്. വഇദ് ആതൈനാ മൂസൽ കിതാബ വൽ ഫുർഖാൻ, വേദഗ്രന്ഥവും സത്യാസത്യ വിവേചനവും മൂസാക്ക് നാം നൽകിയ സന്ദർഭം ഓർക്കുക എന്നാണ് അള്ളാഹു പറയുന്നത്. ഇവിടെ മൂസാ നബി അലൈഹി സ്വലാമക്ക് അള്ളാഹു നൽകിയ വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തൗറാത്താണ്. ഇസ്രായേൽ സന്തതികൾക്ക് മാർഗദർശനത്തിന് ആവശ്യമായ എല്ലാ തത്വോപദേശങ്ങളും നിയമനിർദ്ദേശങ്ങളും ചരിത്ര പാഠങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു നിയമ സംഹിതയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമയിലൂടെ അവർക്ക് നൽകിയത്. അതുപോലെ സത്യാസത്യങ്ങളെയും ന്യായാന്യായങ്ങളെയും വേർതിരിച്ച് വിവരിക്കുന്ന ഒരു മതഗ്രന്ഥമാണ് തൗറാത്ത്. ആ നിലക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമക്ക് നൽകിയ തൗറാത്തിനെ അൽ കിതാബ വൽ ഫുർഖാൻ അഥവാ വേദഗ്രന്ഥവും സത്യാസത്യ വിവേചനവും എന്ന് ഖുർആൻ ആ വേദഗ്രന്ഥത്തെ വിശേഷിപ്പിച്ചത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഇമാം മുജാഹിദ് റഹിമഹുല്ല ഈ ആയത്തിന് നൽകിയ വ്യാഖ്യാനം ഇമാം തൊബരി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് കാണാം. അവിടെ മഹാനായ ഇമാം മുജാഹിദ് റഹിമഹുല്ല പറയുകയാണ്, അൽ കിതാബു ഹുവൽ ഫുർഖാൻ. അൽ കിതാബ് എന്നത് അത് ഫുർഖാനാണ്, വിവേചനമാണ്. ഫുർഖാനു ബൈനൽ ഹഖി വൽ ബാത്തിലി, അതായത് സത്യവും അസത്യവും തമ്മിലുള്ള വിവേചനമാണ് എന്ന് ഇമാം മുജാഹിദ് റഹിമഹുല്ല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ രൂപത്തിൽ സത്യത്തെയും അസത്യത്തെയും വിവേചിക്കുന്ന ഇസ്രായേൽ സന്തതികൾക്ക് കൃത്യമായ മാർഗദർശനം നൽകുന്ന തൗറാത്ത്, ഈ തൗറാത്ത് നൽകിയതിനെ കുറിച്ച് സൂറത്തുൽ ഖസസിലെ 43-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്ന തെളിവുകളും മാർഗദർശനവും കാരുണ്യവുമായിക്കൊണ്ട് മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായി എന്നാണ്. അതായത് ജനങ്ങൾക്ക് സന്മാർഗം പ്രാപിക്കാൻ ആവശ്യമായ എല്ലാ മാർഗദർശനങ്ങളും
അതുപോലെ ഇരുട്ടിൽ കഴിയുന്ന ജനങ്ങൾക്ക് ആ ഇരുട്ടിൽ നിന്നുള്ള ഒരു പ്രകാശവുമായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലിയർക്ക് തൗറാത്ത് നൽകുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു സൂറത്തുൽ മാഇദയിലെ 44-ാമത്തെ ആയത്തിൽ ഈ തൗറാത്തിനെ കുറിച്ച് പറഞ്ഞത്, ഇന്നാ അൻസൽന തൗറാത്ത ഫീഹാ ഹുദൻ വനൂർ, തീർച്ചയായും നാം തന്നെയാണ് തൗറാത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്, അതിൽ മാർഗദർശനവും പ്രകാശവും ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുത്ത് ഒരു സത്യവിശ്വാസിയായി ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്ന, ഇസ്രായേലിയർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു വേദഗ്രന്ഥമാണ് തൗറാത്ത്. അതുകൊണ്ടാണ് വേദഗ്രന്ഥവും സത്യാസത്യ വിവേചനവും മൂസാക്ക് നാം നൽകി എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞത് ലഅല്ലക്കും തഹ്തദൂൻ, നിങ്ങൾ സന്മാർഗം പ്രാപിക്കാൻ വേണ്ടി എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സഹോദരങ്ങളെ, ബനൂ ഇസ്രായേലിയർക്ക് അള്ളാഹു നൽകിയ ഈ വേദഗ്രന്ഥം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമക്ക് ചില ഫലകകളിലായിട്ടാണ് എഴുതി കൊടുത്തിട്ടുള്ളത്. സൂറത്ത് അഅറാഫിലെ 145-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കാര്യം പറയുന്നുണ്ട്. എല്ലാ കാര്യത്തെപ്പറ്റിയും നാം അദ്ദേഹത്തിന് ഫലകകളിൽ എഴുതി കൊടുത്തു. അതായത് സതുപദേശവും എല്ലാ കാര്യത്തെപ്പറ്റിയുള്ള വിശദീകരണവും. അവയെ മുറുകെ പിടിക്കുകയും അവയിലെ വളരെ നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ നിന്റെ ജനതയോട് കൽപ്പിക്കുകയും ചെയ്യണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിയോട് അള്ളാഹു കൽപ്പിച്ചത് സൂറത്തുൽ അഅറാഫിലെ 145-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് ഈ തൗറാത്ത് വാങ്ങാൻ പോയപ്പോഴുണ്ടായ മറ്റു സംഭവങ്ങളുണ്ട്. അള്ളാഹുമായി നടന്നിട്ടുള്ള സംഭാഷണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണ്. ഇൻഷാ അല്ലാഹ് അതെല്ലാം ആ വിഷയങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്തുകൾ പഠിക്കുമ്പോൾ വിശദമായി നമുക്ക് ഇൻഷാ അല്ലാഹ് അത് അവിടെ വെച്ച് ചർച്ച ചെയ്യാം. ഇനി മൂസാ നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഈ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ തുടർന്നുള്ള ആയത്തുകൾ ചർച്ച ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പഠിക്കാനുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.